ഹായ് ഫ്രണ്ട്സ്, നമുക്കേ കട്ട് വർക്കിൻ്റെ ഇത് എങ്ങനെയാണ് നമ്മുടെ തുണി കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, തുണി നമ്മൾ സാരിയിൽ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ കത്രിക വെച്ച് ആ ഔട്ട്ലൈൻ കൊടുത്തതിന് തൊട്ടപ്പുറം മുതൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെട്ടിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണ ടോയിൻ കട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുക. അല്ലാതെ മെഷീൻ കട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തിട്ട് അവിടെ കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ട്രഡീഷണലായിട്ടുള്ള ടോയിൻ കട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ തുണി നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെയാണ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മൾ ടോയിൻ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കട്ട് വർക്കിൻ്റെ വലച്ചങ്ങലകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കും. ആ ഷേപ്പിനനുസരിച്ച് നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ നമ്മുടെ സൂചി നമ്മുടെ കയ്യിലോട്ട് കയറുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കി നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മളൊരു സാരിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഫുൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സാരി ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ തീരാറായിട്ടുണ്ട്. നമ്മുടെ താഴെ കുത്തുന്ന നമ്മുടെ നമ്മുടെ സാരി ഫോളിൻ്റെ അവിടെയായിട്ടാണ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. സാരി ഫോളിൻ്റെ അവിടെ തീരാറായിട്ടുണ്ട്. സാരി ഫോളിൻ്റെ നമ്മൾ കട്ട് വർക്ക് തയ്ക്കുന്നതിൻ്റെ അവിടെ വരെ ആയിട്ടുണ്ട്. അത് ഫിനിഷ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ സാരി മുഴുവൻ തയ്ച്ചിട്ട് നമ്മൾ അരികൊക്കെ വെട്ടിയെടുത്ത് ഈ സൈഡിൽ പിടിക്കുന്ന തുണിയൊക്കെ എടുത്ത് അതിൻ്റെ സ്കാൽപ്പൊക്കെ നമ്മൾ അരികൊക്കെ വെട്ടിയെടുത്തിട്ട് ഫുള്ള് ഫിനിഷായിട്ടുള്ള ഒരു വർക്ക് ഞാൻ കാണിച്ചു തരാതെ. ഈ സാരിയുടെ ഒരു ലുക്ക് നിങ്ങൾക്കാർക്കെങ്കിലും സ്കാലപ്പ് ചെയ്ത് കട്ട് വർക്ക് ചെയ്ത സാരീസോ ചുരിദാറോ അങ്ങനെ ഷോളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഞാനിവിടെ എൻ്റെ നമ്പർ കൊടുക്കാവേ, പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ആ നമ്പറിലോട്ട് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതിയാവേ.